എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിയൊന്നും അരക്കാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ 100 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ആണിവെല്ലം ശർക്കര പൊടിച്ചെടുത്തതാണ്. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. 1 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് ശർക്കര നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചൂടാറിയതിന് ശേഷം ഒഴിച്ചെടുക്കാം. ചെറിയ ചൂടുണ്ടായാലൊന്നും കുഴപ്പമില്ല, നല്ല ചൂടുണ്ടാവരുത്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് തന്നെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകി എടുത്തതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ 1 കപ്പ് അളവിൽ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 ഏലക്ക, 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര. ശർക്കര ഇട്ടെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂട്ടി ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ അതാ ചെറിയ രീതിയിൽ കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇത് നമ്മളിതൊരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് നെയ്യ് പുരട്ടി ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പാത്രം ഇതേപോലെ കമഴ്ത്തി വെച്ചെടുക്കാം. ഇനി ആ ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം. അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് മാത്രം ആവിയിൽ വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിൽ നിന്നും മാറ്റാം. ചൂടോടുകൂടി പാത്രത്തിൽ നിന്നും പുറത്തെടുക്കാൻ ശ്രമിക്കരുത്, പൊട്ടിപ്പോവും. ചൂടാറിയതിന് ശേഷം ഒരു പാത്രം മുകളിലായിട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ കിണ്ണത്തപ്പം നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അരിയൊന്നും അരക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കിണ്ണത്തപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്